തണൽ ഇന്നത്തെ അധ്യായത്തിൽ നാം പരിചയപ്പെടുന്നത് തിരുവനന്തപുരം ജില്ലയിൽ മലയൻകീഴിന് സമീപം ആനപ്പാറയിൽ പ്രവർത്തിച്ചു വരുന്ന സാധു ഡി ഡെന്നിസൺ പ്രസംഗിയാർ വയോജന കേന്ദ്രത്തിന്റെ വിശേഷങ്ങളാണ്. CSI ദക്ഷിണ കേരള മഹാ ഇടവകയുടെ കീഴിൽ പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനമാണ് സാധു ഡി ഡെന്നിസൺ പ്രസംഗിയാർ വയോജന കേന്ദ്രം. ഉറ്റവരാലും ഉടയവരാലും ഉപേക്ഷിക്കപ്പെട്ട വൃദ്ധമാതാപിതാക്കളുടെ സംരക്ഷണത്തിനു വേണ്ടി സാധു ഡെന്നിസൺ പ്രസംഗിയാർ സ്ഥാപിച്ചതാണ് ഈ വയോജന കേന്ദ്രം. ദൈവനാമം മഹത്വപ്പെടട്ടെ. സാധു ഡെന്നിസൺ പ്രസംഗിയാർ വയോജന കേന്ദ്രത്തിൻ്റെ തറക്കല്ലിടൽ ശുശ്രൂഷ 6/3/13 ദക്ഷിണ കേരള മഹാ ഇടവക ബിഷപ്പായിരുന്ന അഭിവന്യ ധർമ്മരാജം റിസാലൻ തിരുമേനിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടു. 24/9/16 ഈ വയോജന കേന്ദ്രം അഭിവന്യ തിരുമേനി ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. ഇപ്പോൾ ഈ ഹോമിൽ 9 മാതാപിതാക്കളാണ് പാർപ്പിച്ചിരിക്കുന്നത്. അത് മക്കളുള്ളവരും ഉപേക്ഷിക്കപ്പെട്ടവരും ആരും ഇല്ലാത്തവരുമായ മാതാപിതാക്കളാണ് ഇവിടെ പാർക്കുന്നത്. ഇവിടെ പാർപ്പിച്ചിരിക്കുന്ന മാതാപിതാക്കൾ എല്ലാവരും രോഗികളാണ്. ഈ ഹോമിന് ധാരാളം ആവശ്യങ്ങളുണ്ട്. ഇവിടെ പാർപ്പിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നല്ല ഭക്ഷണം നൽകണം, വസ്ത്രം നൽകണം, അവർക്കാവശ്യമായ മരുന്നുകൾ നൽകണം. അതുകൂടാതെ ഈ ഹോമിന് ഒത്തിരി ആവശ്യങ്ങൾ ഉണ്ട്. ഈ ഹോമിൻ്റെ ആദ്യത്തെ മാനേജർ ആയിരുന്നത് റവറൻഡ് ഡോക്ടർ സെൽവരാജ് അച്ഛൻ അവറുകളാണ്. അതിനെ തുടർന്ന് റവറൻഡ് എഡിസൺ അച്ഛൻ, റവറൻഡ് ഹരീഷ്ണ പ്രസാദ് അച്ഛനും ഇവിടെ മാനേജർമാരായിട്ട് ശുശ്രൂഷ അർപ്പിച്ചിട്ടുണ്ട്. ഈ ഹോമിൽ നിയന്ത്രിക്കുന്നതിന് 22 കമ്മിറ്റി അംഗങ്ങളുണ്ട്. ആ കമ്മിറ്റി അംഗങ്ങളിൽ സ്നേഹമുള്ള ആദരണീയനായ സത്യദാസ് സാറ് സൂപ്രണ്ടായും, പ്രവീൺ കുമാർ അവറുകൾ വാർഡനായും, ജോസി അസിസ്റ്റൻ്റ് വാർഡനായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ കമ്മിറ്റി അംഗങ്ങളുടെയും സജീവമായ പ്രവർത്തനം കൊണ്ടാണ് ഈ ഹോം മുന്നോട്ട് പോകുന്നത്. ഈ ഹോമിന് ഒരു മാസം 50,000 രൂപയാണ് ചെലവ്. ഒരു ദിവസത്തെ ഭക്ഷണ ചെലവ് 3000 രൂപയാണ്. പലരുടെയും സഹായത്താലാണ് ഈ ഹോം നടത്തിക്കൊണ്ട് പോകുന്നത്. പലപ്പോഴും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഈ ഹോമിന് നേരിടുന്നുണ്ട്. വിവിധ ജാതി മത വിഭാഗങ്ങളിലുള്ള ഈ ഹോമിനെ സ്നേഹിക്കുന്ന, ഈ ഹോമിനെ അറിയുന്ന ധാരാളം പേർ ഈ ഹോം സന്ദർശിക്കുകയും ഈ ഹോമിന് ആവശ്യമായ അനുഗ്രഹങ്ങൾ സാമ്പത്തികമായും സാധനങ്ങളായും ഭക്ഷണങ്ങളായിട്ടൊക്കെ സഹായം ചെയ്തു വരുന്നു. അങ്ങനെയാണ് ഈ ഹോം നടത്തിക്കൊണ്ട് പോകുന്നത്. നിരവധിയായ സുവിശേഷീകരണ പ്രവർത്തനങ്ങളിലൂടെ ആലംബമറ്റ അനേകർക്ക് ആശ്വാസം പകർന്നു നൽകിയ സാധു ഡി ഡെന്നിസൺ പ്രസംഗിയാരുടെ പരിശ്രമ ഫലമായാണ് ഈ സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത്. നിരാലംബരാക്കപ്പെട്ട മാതാപിതാക്കളുടെ പുനരധിവാസത്തിനു വേണ്ടിയാണ് ഈ വയോജന കേന്ദ്രം സ്ഥാപിതമായത്. കമ്മിറ്റി അംഗങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണം ഈ ഹോമിൻ്റെ വളർച്ചയ്ക്ക് ഒരു വലിയ സഹായകമാണ്. ഇനിയും ധാരാളം ആവശ്യങ്ങൾ ഈ ഹോമിന് ഉണ്ട് എന്നുള്ളത് ഓർമ്മപ്പെടുത്തട്ടെ. ഇതിൻ്റെ മുകളിൽ ഒരു നില കൂടെ പണിയേണ്ടതുണ്ട്. അതിന് ആവശ്യമായ ഫണ്ട് വാസ്തവത്തിൽ ഇപ്പോഴില്ല. പലരുമൊക്കെ സഹായിച്ചാൽ അത് ചെയ്യുവാൻ കഴിയും. കുറച്ച് മാതാപിതാക്കളെ കൂടെ ഈ ഹോമിൽ പ്രവേശിപ്പിക്കുവാനായിട്ട് കഴിയും. സാധു ഡെന്നിസൺ പ്രസംഗിയാരുടെ മനസ്സിൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു വയോജന കേന്ദ്രം ആരംഭിക്കണമെന്ന്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും
അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളുമാണ് ഈ ഹോം ആരംഭിക്കുവാൻ ഇടയായത് എന്ന ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുന്നു. ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് സ്നേഹമുള്ള ആദരണീയനായ നമ്മെ വിട്ട് ദൈവത്തിൽ എടുക്കപ്പെട്ട സാധു ഡെന്നിസൺ പ്രസംഗിയാർ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം ഒരു മനസ്സലിവുള്ള വ്യക്തിയും സ്നേഹത്തിൻ്റെ നിറകുടമാണ് അദ്ദേഹം. ഒരുപാട് രോഗികൾക്ക്, സാധുക്കൾക്ക്, അനാഥർക്ക് ആശ്വാസമായി അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ് ഈ വയോജന കേന്ദ്രം ആരംഭിക്കുവാനായിട്ട് ഇടയായത്. എല്ലാവരുടെയും സഹകരണം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സാമ്പത്തികമായിട്ടും അല്ലാതെയുമൊക്കെ ഈ ഹോമിന് സഹായങ്ങൾ ആവശ്യമാണ്. ഒരുപക്ഷെ ഇത് കേൾക്കുന്ന, ഇത് കാണുന്ന എല്ലാവരും ഈ ഹോമിനെക്കുറിച്ച് ഓർക്കുകയും സഹായിക്കുകയും ചെയ്യുവാനായിട്ട് അറിയിക്കുന്നു. ഈ ഹോമിൽ ഇപ്പോൾ 9 മാതാപിതാക്കളെയാണ് പാർപ്പിച്ചിരിക്കുന്നത്. 6 അമ്മമാരും 3 പിതാക്കന്മാരും. നേരത്തെ പറഞ്ഞതുപോലെ ആരും ആശ്രയമില്ലാത്തവരും ഇവിടെ ഉണ്ട്. മക്കൾ ഉപേക്ഷിച്ചവരുണ്ട്, മക്കൾ ഉള്ളവരുണ്ട്. അങ്ങനെയുള്ള മാതാപിതാക്കളാണ് ഇവിടെ ഇപ്പോൾ പാർപ്പിച്ചിരിക്കുന്നത്. പലപ്പോഴും മക്കളെയൊക്കെ കാണാൻ ഈ മാതാപിതാക്കൾ ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ അവരെ അറിയിച്ചാൽ അവരാരും തിരിഞ്ഞു നോക്കാറേ ഇല്ല. അതാണ് ഏറ്റവും സത്യമായൊരു കാര്യം. ഇവിടെ പാർപ്പിച്ചിരിക്കുന്ന മാതാപിതാക്കളെ സംരക്ഷിക്കുവാനായിട്ട് ഒരാളിൽ നിന്ന് നമ്മൾ 5000 രൂപയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതാരും തരാറേ ഇല്ല. സാമ്പത്തികമായി കഴിവുള്ളവർ പോലും മാതാപിതാക്കൾക്ക് വേണ്ടി ഈ തുക തരുന്നില്ല. അവരെ വിളിച്ചാൽ അവരാരും വരാറേ ഇല്ല. ഇപ്പോൾ ഒരു പിതാവും മാതാവും ഇവിടെയുണ്ട്. 3 ആൺമക്കളാണ്. ഒരു രീതിയിൽ പറഞ്ഞാൽ അവരെ ഉപേക്ഷിച്ച ഒരു സാഹചര്യത്തിലാണ്. അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുവാനോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നിർവഹിക്കുവാനോ ഈ മക്കളാരും തയ്യാറാകുന്നില്ല. അങ്ങനെയുള്ള അവസ്ഥയിലുള്ള മാതാപിതാക്കളാണ് ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത് എന്നും കൂടെ ഓർമ്മപ്പെടുത്തട്ടെ. ഈ ഹോം ഇപ്പോൾ നടത്തിക്കൊണ്ടു പോകുന്നത് പലരുടെയും ജാതിമത ഭേദമന്യേ പലരുടെയും സഹായത്താലാണ് ഇത് നടത്തുന്നത്. ഈ ഹോമിനെ അറിയാവുന്ന, ആദരണീയനായ ഡെന്നിസൺ പ്രസംഗിയാരെ അറിയാവുന്ന, അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്ന ഒത്തിരി ആളുകൾ ഈ ഹോമിൽ വരികയും ഭക്ഷണ സാധനങ്ങളായും സാമ്പത്തിക സഹായങ്ങളായും ഒക്കെ തന്ന് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്ന് പറയപ്പെടുന്നത്. സാമ്പത്തികമായി പലപ്പോഴും ഈ ഹോമും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അനേകരുടെ പ്രാർത്ഥനയും സഹകരണവുമാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുന്നത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. തെക്കൻ കേരളത്തിൽ ദക്ഷിണേന്ത്യാ സഭയുടെ വിവിധ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന സാധു ഡെന്നിസൺ 13ഓളം ദേവാലയങ്ങളും കേരളത്തിന് പുറത്ത് 5 ദേവാലയങ്ങളും നിർമ്മിച്ചു നൽകി. ഒട്ടനവധി ആതുര ശുശ്രൂഷ സേവന പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന സാധു ഡി ഡെന്നിസൺ പ്രസംഗിയാർ തൻ്റെ ദർശന സാക്ഷാത്കാരത്തിനു വേണ്ടി സ്ഥാപിച്ച ഈ വയോജന കേന്ദ്രത്തിൽ ഇന്ന് നിരാലംബരാക്കപ്പെട്ട 10ഓളം വൃദ്ധമാതാപിതാക്കൾ അഭയം കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ പേര് എൻ ഗ്ലാഡ്സ്റ്റൺ. ബോർഡ് ഫോർ ഇൻ്റേണൽ മിഷൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ച കാലത്താണ് ഈ സ്ഥാപനം തുടങ്ങാൻ കാരണം. തെക്കൻ കേരളത്തിലെ പാവപ്പെട്ടവരുടെ പ്രവാചകൻ എന്നറിയപ്പെട്ട ശ്രേഷ്ഠ ദൈവദാസൻ്റെ പേരിലാണ് ഈ സ്ഥാപനം തുടങ്ങാൻ കാരണം. അദ്ദേഹം സാധുക്കളുടെ 50 വർഷമായി പ്രവർത്തിച്ച പൊതുജന ജീവിതത്തിൻ്റെ സുവർണ ജൂബിലി പ്രമാണിച്ച് ദക്ഷിണേന്ത്യ മഹായുടെ ഒരുക്കിയ ഒരു സ്ഥാപനമാണ് സാധു ഡെന്നിസൺ പ്രസംഗിയാൽ മെമ്മോറിയൽ വയോജന കേന്ദ്രം. നിർധനരായ അനേക സാധുക്കൾക്ക് ഭവനം വെച്ചു കൊടുക്കുകയും അനേക രോഗികളെ സൗഖ്യമാക്കുകയും അനേകർക്ക് ആശ്വാസം പകരുകയും ചെയ്ത ശ്രേഷ്ഠ ദൈവദാസനാണ് സാധു ഡെന്നിസൺ പ്രസംഗിയാൽ. അദ്ദേഹത്തിൻ്റെ 80ാം പിറന്നാൾ ആഘോഷത്തിന്
ബഹുവന്യനായ മോഡറേറ്ററായിരുന്ന യേശുദാസൻ തിരുമേനിയാണ് അദ്ദേഹം സാധു എന്ന് പേര് കൊടുത്തത്. സാധു കൊച്ചുകുഞ്ഞു ഉപദേശിയെ പോലെ ദക്ഷിണേന്ത്യാ സഭയിൽ അറിയപ്പെട്ട ഒരു ദൈവദാസനാണ് സാധു ഡെന്നിസൺ പ്രസംഗിയാർ. തൻ്റെ പ്രസംഗം കൊണ്ടല്ല, പ്രവൃത്തി കൊണ്ടാണ് സാധുജനങ്ങളെ സ്നേഹിച്ചത്. നാനാജാതി മതസ്ഥരെ അദ്ദേഹം സ്നേഹം കൊണ്ടും അദ്ദേഹത്തിൻ്റെ കൈവയ്പ് കൊണ്ടും അനേകർക്ക് സമാധാനവും സന്തോഷവും ജീവിത മാർഗങ്ങളും ലഭിച്ചു. 13 സഭകൾ ദക്ഷിണേന്ത്യ മഹായിടവയ്ക്ക് അദ്ദേഹം പൂർണ്ണമായും നിർമ്മിച്ചു കൊടുത്തു. ഇന്ത്യക്ക് അകത്ത് കേരളത്തിന് പുറത്ത് 5 സഭകൾ സ്ഥാപിച്ചു. അതുകൂടാതെ അനേക സാധു പെൺകുട്ടികളെ വിവാഹം കഴിച്ചു കൊടുക്കാനും അനേകർക്ക് വീട് വെച്ചു കൊടുക്കാനും അദ്ദേഹം സഹായിച്ചു. മരിച്ചാൽ കുടിച്ചാൽ നിവൃത്തിയില്ലാത്ത ഓരോ സാധുക്കൾക്ക് 3 സെൻറ്റ് സ്ഥലം വീതം കൊടുത്ത് അദ്ദേഹം 80ാം പിറന്നാളിന് 80 പേരെ സഹായിച്ചു. അങ്ങനെ ദിവ്യമായ പ്രവർത്തനം കൊണ്ട് നാനാജാതി മതസ്ഥരുടെ വിശ്വാസത്തിൻ്റെ അതിപ്രസരത്താൽ ഈ ഭാഗത്ത് ഒരു സ്ഥാപനം അനേകരുടെ സഹായം കൊണ്ട് നിർമ്മിച്ചു. ഓരോ സെൻറ്റ് സ്ഥലവും ഓരോരുത്തർ വാങ്ങി തന്നതാണ്. അങ്ങനെ 16 സെൻറ്റ് സ്ഥലം വാങ്ങി ഇവിടെ ഈ കെട്ടിടം പണിതു. അനേകരുടെ നിർലോഭമായ സഹായം കൊണ്ടാണ് ഈ കെട്ടിടം പണി പൂർത്തിയാക്കിയത്. ഇന്നും അനേകർക്ക് അത്താണിയായി, അനേകർക്ക് ആശ്വാസമായി ഈ ഭവനം നിലനിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ആരോരുമില്ലാത്തവർക്ക്, എല്ലാവരും ഉപേക്ഷിക്കാവുന്നവർക്ക് സംരക്ഷിക്കാൻ ഒരു കേന്ദ്രം ഉണ്ടാകണമെന്ന്. ദക്ഷിണേന്ത്യാ സഭയിലെ ഏറ്റവും പ്രധാനമായ മലയങ്കിഴ് പ്രദേശത്ത് ഈ ഭൂമി വാങ്ങുകയും ഈ സ്ഥലം ഉണ്ടാക്കുകയും ചെയ്തു. നാനാജാതി മതസ്ഥർ, സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കുട്ടികൾ, NSS, NCC ഇങ്ങനെയുള്ള ആളുകളുടെ എല്ലാം സഹായത്തോടെയാണ് ഈ അന്തേവാസികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്. ഓരോരുത്തരുടെയും വീട്ടിലെ ഓരോ ചടങ്ങുകൾക്കും, അവരുടെ വീട്ടിൽ നടക്കുന്ന ഓരോ ജന്മനാൾ ആഘോഷങ്ങൾ, മരണപ്രാർത്ഥനകൾ, അതിനുവേണ്ടി എല്ലാം ഓർമ്മിക്കുന്ന ആളുകളെല്ലാം ഞങ്ങളുടെ ഈ അന്തേവാസികൾക്ക് ഭക്ഷണം കൊടുക്കുന്നു. അവർക്ക് ഭക്ഷണം പോയിട്ട് മരുന്ന്, സോപ്പ്, അങ്ങനെയുള്ള വസ്ത്രം, ഇതെല്ലാം സഹായം ചെയ്യുന്നത് ദക്ഷിണ കേരള മഹായുടെ പല സഭകളും കൂടെയാണ്. അങ്ങനെ ബഹുജന പങ്കാളിത്തത്തോടെ ഇത്രയും ആത്മാർത്ഥമായി, സുതാര്യമായി, അനുഗ്രഹീതമായൊരു ശുശ്രൂഷ നടക്കുന്നത് ഞങ്ങളുടെ ഈ സഭയെക്കുറിച്ച്, ഈ സ്ഥാപനത്തെക്കുറിച്ച് ആത്മാഭിമാനത്തോടെ പറയാൻ കഴിയും. അതിൽ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്തമുണ്ട്. എല്ലാവരും ശുഷ്കാന്തിയായി പ്രവർത്തിക്കുന്നു. അതിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് ഇതിങ്ങനെ നടന്നു പോകുന്നത്. ഇനിയും അടുത്ത തലമുറകൾ കൈമാറി, ഈ തലമുറയല്ല അടുത്ത തലമുറയിലുള്ള കുഞ്ഞുങ്ങളും കൂടെ ഈ ഭാഗത്ത് വരാനുള്ള, ഈ കോളേജിലും ഈ സ്കൂളിലും പഠിക്കുന്ന അനേക കുട്ടികൾ NSSൻ്റെ ഒരു ക്യാമ്പ് നടന്നു. NSSൻ്റെ ഭാഗമായിട്ട് ഒരു ഗാർഡൻ അവർ ചെയ്തു തന്നു. അനേകർ കാട്ടാക്കട ടൗൺ റെസിഡൻസ് അസോസിയേഷൻ്റെ പേരിൽ കുറേ കട്ടിലും സാധനങ്ങളും തന്നു. ഇനി ഒരു കെട്ടിടം പണിയാൻ ആഗ്രഹിക്കുന്നു. അനേകരുടെ ആഗ്രഹപ്രകാരം നാനാജാതി മതസ്ഥരുടെ പിൻബലത്തോടുകൂടെ ഞങ്ങളത് പണിയാൻ ആഗ്രഹിക്കുന്നു. ഒരു നില കൂടെ പണിതാലേ ആശ്വാസകരമായി, അനുഗ്രഹീതകരമായി ഇത് നടത്താൻ കഴിയുള്ളൂ. ഇനി ഇതിൻ്റെ വികസനത്തിനായി കുറച്ച് സ്ഥലം കൂടെ ആവശ്യമുണ്ട്. അത് ദൈവം ആരുടെയും കൂടെ പ്രവർത്തിച്ചാൽ, അങ്ങനെ ഒരു പ്രേരണ വന്നാൽ ഇതിനടുത്തായി വസ്തുക്കൾ വാങ്ങി ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനുള്ള എല്ലാ നന്മകളും എല്ലാ കൃപകളും ആരിലൂടെയെങ്കിലും ദൈവം പ്രവർത്തിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതിലുപരി ഇവിടെ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും അതിൻ്റെ 100 മടങ്ങല്ല 1000 മടങ്ങ് അനുഗ്രഹം അവരുടെ വീടുകളിൽ ലഭിക്കും. ഇതൊരു വെല്ലുവിളി, ഒരു പക്ഷേ അതൊരു അനുഗ്രഹമായി, അതൊരു സമർപ്പണമായി ആര് ചെയ്താലും അതിൻ്റെ അനുഗ്രഹവും ഓഹരിയും അവരുടെ വീടുകളിൽ കിട്ടും. അത് അനേകർ സാക്ഷി പറയുന്നതാണ്. അനേക മുസ്ലിങ്ങളും ഹിന്ദുക്കളും അനേക ക്രിസ്ത്യാനികളും ലോകത്തുള്ള നാനാജാതി മതസ്ഥരും ഇതൊരു സാക്ഷ്യമായി പറയുന്നു. അവരുടെ വീടുകളിൽ കിട്ടിയ അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും ഉപകാരമായി പലരും സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും സഹായിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. എല്ലാവരുടെയും നിസ്വാർത്ഥമായ പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആലംബമറ്റവർക്ക് അത്താണിയും, വിധവകൾക്കും വൃദ്ധന്മാർക്കും സഹായിയും, രോഗികൾക്കും മനം തകർന്നവർക്കും മധ്യസ്ഥനുമായി തൻ്റെ ശുശ്രൂഷാകാലം പൂർത്തീകരിച്ച സാധു D. ഡെന്നിസൺ പ്രസംഗിയാർ സ്ഥാപിച്ച ഈ സ്ഥാപനം ഇന്ന് അനേകർക്ക് ആശ്വാസത്തിൻ്റെ തണലൊരുക്കിയിരിക്കുന്നു. 2018 ജനുവരി ആദ്യം മുതലാണ് ഞാനിവിടെ ഈ സ്ഥാപനത്തിൽ വാർഡൻ എന്നുള്ള ചുമതലയിലായിരിക്കുന്നു. അന്ന് ഇവിടുത്തെ കമ്മിറ്റി അംഗങ്ങളെ മാനേജറായിരുന്ന ഹരീഷ് കുമാർ അച്ഛനുണ്ടായിരുന്നു. പിന്നെ മറ്റ് കമ്മിറ്റി അംഗങ്ങളും ആണ് എന്നെ ഈ സ്ഥാപനത്തിൽ ചുമതല ഏൽപ്പിച്ചത്.
ആദ്യത്തെ ചില മാസങ്ങൾ ഈ സ്ഥാപനത്തെക്കുറിച്ചൊന്ന് മനസ്സിലായി. കാരണം ഞാൻ ഇമാതിരിയുള്ളൊരു സ്ഥാപനത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് ആദ്യം സ്ഥാപനത്തെക്കുറിച്ചൊന്ന് പഠിക്കാൻ ശ്രമിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ സൗഹൃദ ബന്ധങ്ങൾ അല്ലാതെയുള്ള മറ്റ് പല ബന്ധങ്ങളും ഉപയോഗിച്ച് ഞാൻ ഈ സ്ഥാപനത്തെക്കുറിച്ച് മറ്റ് ഉള്ളവരിലേക്ക് സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം മറ്റു വിവരങ്ങളെല്ലാം അറിയിക്കാനായിട്ട് ശ്രമിച്ചു. അതിലൂടെ ഞങ്ങൾക്ക് ഭക്ഷണം, മറ്റ് വൈദ്യസഹായം ഇതെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. ചില ദിവസങ്ങളിൽ ഭക്ഷണം നമുക്ക് സ്പോൺസർ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ തന്നെ തയ്യാറാക്കുന്നുണ്ട്. അതിനുള്ള സ്റ്റാഫുണ്ട്. അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ ചെയ്തു വരുന്നുണ്ട്. പിന്നെ മാസത്തിലൊരിക്കൽ നമ്മുടെ അടുത്തുള്ള താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറും പാരാമെഡിക്കൽ സ്റ്റാഫും വരുന്നുണ്ട്. അന്ന് അവരുടെ അത്യാവശ്യമായ പ്രാഥമിക പരിശോധന നടത്തുകയും അത് കഴിഞ്ഞ് മരുന്ന് അവർ അവിടെ നിന്ന് ഞങ്ങൾ ആരെയും പോയി വാങ്ങി അവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ എന്തെങ്കിലും മരുന്ന് അവിടെ നിന്ന് കിട്ടുന്നതിന് നമുക്ക് തടസ്സം വന്നാൽ പുറത്തുനിന്ന് വാങ്ങി തന്നെയാണ് മരുന്ന് അവർക്ക് കൊടുക്കുന്നത്. അത് സമയാസമയം എടുത്തു കൊടുക്കാൻ നമ്മളുടെ ചുമതലയുള്ള ജോസി എന്നൊരു അസിസ്റ്റൻറ്റ് വാർഡനുണ്ട്. അവർ ഈ മരുന്നുകളെല്ലാം തന്നെ കൃത്യസമയത്തിന് അവർക്ക് എടുത്ത് കൊടുക്കുന്നുണ്ട്. അത് ഫോളോ അപ്പും ചെയ്യുന്നുണ്ട്. മരുന്ന് കൃത്യമായിട്ട് കഴിക്കുന്നുണ്ടോ, മറ്റു കാര്യങ്ങളെല്ലാം. പിന്നെ മറ്റ് റോട്ടറി ക്ലബ്ബ്, സഭകൾ, റെസിഡൻസ് അസോസിയേഷൻ, SNDP ശാഖ വനിതാ വിഭാഗം, പിന്നെ ചില സഭകളുടെ സൺഡേ സ്കൂള്, യുവജന വിഭാഗം, അവരൊക്കെ തന്നെ ഞങ്ങൾ മാസത്തിൽ ഒരു ദിവസം പൊതിച്ചോറായിട്ട് ഞങ്ങളിവിടെ എത്തുന്നുണ്ട്. കൂടാതെ തൊട്ടടുത്ത് തന്നെ കോളേജ്, സ്കൂള് അതൊക്കെ ഉണ്ട്. അവരുടെ നിന്നും അവിടെ NSS യൂണിറ്റിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പൊതിച്ചോറ് വിതരണം ചെയ്യുന്നുണ്ട് ആഴ്ചയിൽ ഒരു ദിവസം. ഈ വർഷത്തിൽ ഞങ്ങളുടെ അടുത്തുള്ള കോളേജിൻ്റെ NSS യൂണിറ്റിൻ്റെ ശ്രമഫലമായിട്ട് നമ്മുടെ പരിസരം വൃത്തിയാക്കുകയും അതോടൊപ്പം ഒരു ചെറിയ പൂന്തോട്ടം അവർ നിർമ്മിച്ച് നൽകുകയും ചെയ്തു. കഴിഞ്ഞ വർഷം ITയിലെ കുട്ടികളുടെ ശ്രമഫലമായിട്ട് ഞങ്ങളുടെ ഇവിടുത്തെ ഇലക്ട്രിക്കൽ വർക്കുകൾ കുറച്ച് റിപ്പയറിംഗ് ഉണ്ടായിരുന്നു. അതെല്ലാം അവർ ചെയ്ത് ക്രമപ്പെടുത്തി തന്നു. അങ്ങനെ ചില ബുദ്ധിമുട്ടുകളുടെ ഇടയിലും അന്നന്നത്തേക്കുള്ള ഭക്ഷണവും താമസവും മറ്റ് വൈദ്യസഹായവും കൊടുത്ത് ഞങ്ങൾ ഈ സ്ഥാപനത്തിലെ ദൈനംദിനം കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. ഞങ്ങളെ സഹായിക്കുന്ന എല്ലാ സംഘടനകൾ, വ്യക്തികൾ, സഭകൾ എല്ലാവരെയും ഈ സമയത്തിൽ ഓർമ്മിക്കുകയും അവർക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. അതോടൊപ്പം എന്നോടൊപ്പം ആയിരിക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ മാനേജർ എന്ന് പറയുന്ന മാനേജർ റൗണ്ട് J. രാജനച്ഛനുണ്ട്. അച്ഛനും ഇവിടുത്തെ കാര്യങ്ങൾ മേൽനോട്ടം വഹിക്കുന്നു. അതുപോലെ കമ്മിറ്റി അംഗങ്ങൾ, സെക്രട്ടറി, സൂപ്രണ്ട് അവരൊക്കെ തന്നെ അവരുടെ ആരോഗ്യത്തിനനുസരിച്ച് നമ്മുടെ സ്ഥാപനത്തെ വന്ന് പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും കാര്യങ്ങൾ മനസ്സിലാക്കി വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്രകാരം ബുദ്ധിമുട്ടുകളില്ലാതെ പോകുന്നുണ്ട്. കുറവുകളുണ്ട് എങ്കിലും ദൈവം നടത്തുന്നു. അത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞങ്ങൾ കരുതുന്നു. ഈ സ്ഥാപനത്തിന്റെ മാനേജരായി റവറൻഡ് J. രാജൻ സേവനം അനുഷ്ഠിച്ചു വരുന്നു. മലയിൻകീഴിലും ചുറ്റുപാടുമുള്ള സുമനസ്സുകളുടെ നിർലോഭമായ സഹായ സഹകരണങ്ങളാലാണ് ഈ സ്ഥാപനം നിലനിന്ന് പോരുന്നത്. 2013 പ്രവർത്തനം ആരംഭിച്ച ഈ സ്ഥാപനം ഇന്ന് ഉറ്റവരാലും ഉടയവരാലും ഉപേക്ഷിക്കപ്പെട്ട വൃദ്ധമാതാപിതാക്കളുടെ ആലംബ അഭയകേന്ദ്രമായി മാറിയിരിക്കുന്നു. എൻ്റെ പേര് ജോസി PR എന്നാണ്. ഞാനിവിടെ അസിസ്റ്റൻറ്റ് വാർഡനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. 2020 ഫെബ്രുവരി 20 തൊട്ടാണ് ഞാനിവിടെ ശുശ്രൂഷയ്ക്കായിട്ട് എത്തിയത്. കേട്ടറിഞ്ഞതിനേക്കാളും ഒരുപാട് സന്തോഷം തോന്നിയ നിമിഷങ്ങളായിരുന്നു ഇവിടെ വന്നത്. കാരണം സാധു ഡെന്നീസൺ പ്രസംഗർ വയോജന മന്ദിരം കാണണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് എനിക്കിവിടെ ജോലി കിട്ടിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ വളരെ സന്തോഷമായി തീർന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടും ഈ ഭവനം വളർന്നു വരുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്.
അപ്പച്ചനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിപ്പോൾ 100ാമത്തെ വർഷത്തിൻ്റെ നിറവിലാണ്. അപ്പോൾ ഒരുപാട് പ്രതീക്ഷകളോടാണ് ഞങ്ങൾ ഈ വർഷം ചെയ്യണമെന്നൊക്കെ വിചാരിച്ചത്. അപ്പച്ചൻ്റെ പേരിൽ ഒരു സുവനീർ ഇറക്കണം, ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു. അതിൻ്റെ കാര്യങ്ങൾ നടന്നു വരുന്നതേ ഉള്ളൂ. അപ്പച്ചൻ്റെ പേരിൽ 2-3 ബുക്കുകൾ സാധു ഡെന്നിസൺ പ്രസംഗിയാരുടെ പേരിൽ അയാൾ തന്നെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ നല്ല 2 ബുക്കുകളൊക്കെ എഴുതിയിട്ടുണ്ട്. എങ്കിലും വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളിൽ കൂടെയാണ് അപ്പച്ചൻ ഈ മേഖലയിൽ എത്തിച്ചേർന്നത്. ദക്ഷിണ കേരള മഹായുടെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 14 സഭകളും ഒത്തിരി മിഷണറി സെൻറ്ററുകളും ഒക്കെ അപ്പച്ചൻ്റെ പേരിൽ അറിയപ്പെടുന്നുണ്ട്. അതിലും ഉപരിയായിട്ട് 500-ൽ പരം സുവിശേഷ പോരാളികൾ എന്നുള്ള ഒരു പേരിൽ ഒത്തിരി പേര് ശുശ്രൂഷ ജീവിതത്തിലായിരിക്കുന്നവരുണ്ട്. പക്ഷേ ഈ കാലഘട്ടത്തിൽ അവരുടേതായ ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട്, പക്ഷേ അപ്പച്ചൻ്റെ പേരിൽ അറിയപ്പെടുന്നില്ല. പക്ഷേ ഈ ഒരു സ്ഥാപനം മാത്രമാണ് ഇന്ന് സാധു ഡെന്നിസൺ പ്രസംഗിയർ വയോജനം എന്ന ഈ ഒരു പേര് മാത്രമാണ് അപ്പച്ചൻ്റെ പേരിൽ അറിയപ്പെടുന്നത്. ഈ ദേശത്തും അതുപോലെ അപ്പച്ചനെ സ്നേഹിക്കുന്നവർക്കും അപ്പച്ചനെ പറ്റി അറിയാൻ കഴിയുന്നവർക്കും ഇതൊരു വലിയൊരു നേട്ടമായിട്ടും അവരുടെ ഒരു ഭാഗ്യമായിട്ടൊക്കെയാണ് കരുതുന്നത്. ഇപ്പോൾ ഇവിടെ 9 മാതാപിതാക്കളാണ് ഉള്ളത്. ഞങ്ങളിവിടെ സന്തോഷത്തോടും സമാധാനത്തോടും ജീവിക്കുകയാണ്. അതുപോലെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് അവർക്ക് ഈ ഭവനത്തിൽ വന്നത് ഏറ്റവും സന്തോഷമായിട്ടാണ് അവർ കാണുന്നത്. അതുപോലെ തന്നെയാണ് എനിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വരുവാനും ഈ ഭവനത്തിൽ ശുശ്രൂഷ ചെയ്യുവാനും ദൈവം തന്നത് ഏറ്റവും വിലപ്പെട്ടതായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഇതുവരെയുള്ള കാലഘട്ടത്തിൽ ഒരു ശുശ്രൂഷ എന്ന് പറയുന്നുണ്ടെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രാർത്ഥിക്കണം എന്നുള്ളൊരു വിശ്വാസമൊക്കെ കൂടുതൽ വന്നു ചേർന്നത് ഈ ഭവനത്തിൽ വന്നതിന് ശേഷമാണ്. അതെൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. സാധുജന സേവനത്തിലും സുവിശേഷീകരണ പ്രവർത്തനങ്ങളിലും തൽപരരായ ഒരുപറ്റം സുമനസ്സുകളാണ് ഈ സ്ഥാപനത്തിന് നേതൃത്വം നൽകി വരുന്നത്. ജീവിതത്തിൻ്റെ സായന്തനങ്ങളിൽ ജീവിത വഴികളിൽ ഒറ്റപ്പെട്ടുപോയി അനാഥമാക്കപ്പെട്ട ജീവിതങ്ങൾക്ക് അഭയമരുളുകയാണ് മലയൻകീഴിന് സമീപം ആനപ്പാറയിൽ പ്രവർത്തിച്ചു വരുന്ന സാധു ഡി ഡെന്നിസൺ പ്രസംഗിയാർ വയോജന കേന്ദ്രം. പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. പാപങ്ങളെ ക്ഷമിച്ചിടുന്നു, രോഗങ്ങളകിലവും നീക്കിടുന്നു. പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. അമ്മയെപ്പോൾ നമ്മെ ഓമനിച്ചു, അപകടവേളയിൽ പാലിച്ചവൻ. ആഹാരപാനീയം വേഗി നമ്മെ. തെക്കൻ കേരളത്തിൽ പാവപ്പെട്ടവരുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന ആചാര്യനായ ചീനിവിള സാധു ഡി ഡെന്നിസൺ പ്രസംഗിയാർ സ്ഥാപിച്ച സ്ഥാപനമാണ് ഈ വയോജന കേന്ദ്രം. പ്രസംഗവും പ്രാർത്ഥനയും മാത്രമല്ല, പ്രവൃത്തിയാണ് ദൈവിക ശുശ്രൂഷയെന്ന് തൻ്റെ ജീവിതം കൊണ്ട് സമൂഹത്തിന് ബോധ്യപ്പെടുത്തിയ സുവിശേഷകനായിരുന്നു സാധു ഡി ഡെന്നിസൺ പ്രസംഗിയാർ. പാപക്കുഴിയിൽ നിന്നേറ്റിയവൻ സ്വന്തമാക്കി നമ്മെ തീർത്തിടുവാൻ. സ്വന്തം രക്തം നമുക്കേകിയവൻ. പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. സ്തോത്രം ചെയ്യാം ഹൃദയംഗമായി, കുമ്പിടമവൻ മുൻപിലാദരവായി. ഹല്ലേലൂയ പാടാം മോദമോടെ, അവനല്ലോ നമ്മുടെ രക്ഷയിൻ പാറ. പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. പ്രേമഗീ
പൊതുസമൂഹത്തിൻ്റെ നിർലോഭമായ സഹായ സഹകരണങ്ങളാലാണ് ഈ സ്ഥാപനത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടന്നുവരുന്നത്. ജീവിത സായന്തനത്തിൽ ഒറ്റപ്പെട്ടു പോയ അനേകർക്ക് ആശ്വാസമേകി സാധു ഡി ഡെന്നിസൺ പ്രസംഗിയാർ വയോജന കേന്ദ്രം മലയൻകീഴിന് സമീപം ആനപ്പാറയിൽ ശുശ്രൂഷകളും പ്രവർത്തനങ്ങളും തുടരുകയാണ്. മലയൻകീഴിന് സമീപം ആനപ്പാറയിൽ പ്രവർത്തിച്ചു വരുന്ന സാധു ഡി ഡെന്നിസൺ പ്രസംഗിയാർ വയോജന കേന്ദ്രത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടുള്ള തണലിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.